സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സിനഡ് യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. സഭാസ്ഥാനമായ എറണാകുളം കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ രാവിലെ മെത്രാൻമാരുടെ ധ്യാനത്തോടെ സിനഡ് ആരംഭിക്കും. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക മാത്രമായിരിക്കും ഈ സിനഡ് യോഗത്തിലെ അജണ്ട. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇന്നിപ്പോൾ സിനഡ് യോഗം ആരംഭിക്കുകയാണ്. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആരൊക്കെയാണ് ഈ സാധ്യത ലിസ്റ്റിലുള്ളത്? ആർക്കൊക്കെയാണ് സാധ്യത കാണുന്നത് ഈ ഒരു ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് വരാനായി? അമൃത, സിറോ മലബാർ സഭയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനുള്ള സിനഡ് യോഗം, അതായത് ഈ വർഷത്തിലെ ആദ്യ സിനഡ് യോഗം അല്പസമയത്തിനകം തന്നെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിക്കും. സഭ ആസ്ഥാനത്ത് ആരംഭിക്കും എന്നുള്ളതാണ്. മെത്രാൻമാരുടെ ധ്യാനത്തോടു കൂടിയായിരിക്കും ഇന്ന് സിനഡ് യോഗം ആരംഭിക്കുക. ഈ മാസം 13 വരെയാണ് സിനഡ് യോഗം ഉണ്ടാവുക. നമുക്ക് പ്രധാനമായും ലഭിക്കുന്ന വിവരം അനുസരിച്ച് സിറോ മലബാർ സഭാനാഥൻ, അതായത് അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സിനഡ് യോഗത്തിന്റെ പ്രധാന ഒരു തീരുമാനം തന്നെ, പ്രധാന അജണ്ട എന്ന് പറയുന്നത് തന്നെ. മറ്റൊന്നും തന്നെ ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ്. ഈ അധ്യക്ഷനെ തിരഞ്ഞെടുത്തതിന് ശേഷം, അദ്ദേഹം ചുമതല ഏറ്റതിനു ശേഷമായിരിക്കും ഏകീകൃത കുർബാന സംബന്ധിച്ച വിഷയം ഉൾപ്പെടെ അതിലൊരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. നാളേക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായ ആ ഒരു അറിയിപ്പ് ഉണ്ടാവുക. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രധാനമായും 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ജോസഫ് കല്ലറങ്ങാട്ട് പാലാ ബിഷപ്പാണ് ഇപ്പോഴത്തെ, ആൻഡ്രൂസ് താഴത്ത് തൃശൂർ ബിഷപ്പ് ആണ്, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സിറോ മലബാർ സഭ കൂരിയ ബിഷപ്പും, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പദവി കൂടി അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മറ്റൊന്ന് 2 പേർക്ക് കൂടി സാധ്യതകൾ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് തോമസ് പാപ്ലാനി തലശ്ശേരി ബിഷപ്പ്, ജോസ് പെരുന്നേടം മാനന്തവാടി ബിഷപ്പ്, കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഡൽഹി ബിഷപ്പാണ്, തോമസ് ഇലവനാൽ കല്യാൺ രൂപത ബിഷപ്പ്, സെബാസ്റ്റ്യൻ വടക്കേൽ ഉജ്ജയിൻ ബിഷപ്പ് എന്നിവരുടെ ഒരു പേരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് 53 പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. 65 പേരാണ് സിനഡ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.